ഓ താഴേക്ക് പോകുമ്പോൾ ഇവിടുന്ന് പേടിയാവും. എന്താ പിള്ളേരെ ഒന്നും കൂട്ടിയിട്ട് വന്നുവിടാം. നല്ല ഹൈറ്റ് ഉണ്ട്. ഇതാണ് കരിന്തണ്ടൻ സ്മാരകം. താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവാണ്. നമ്മളങ്ങ് പണ്ട് കുതിരട്ട മുപ്പ് പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം. ഇതാ ടിക്കറ്റ് എടുക്കാതെ ഒരുപാട് ആൾക്കാർ ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു കൺട്രോളിങ്ങും അല്ല. ഇതാ ടിക്കറ്റ് എടുക്കാതെ എല്ലാം കയറുന്നുണ്ട് എല്ലാരും. ഇക്ക വന്നോണ്ടിരിക്ക. ആ 10,000 മടങ്ങിപ്പോയി. ടിക്കറ്റ് എടുത്തവര്, എടുക്കാത്ത 10,000 കയറി. ഇവിടെ എന്തോ ഒരു ഉദ്ഘാടനമൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാശൊക്കെ അടിച്ചു. 2004 ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഉപ്പിലിട്ടതാ പൈനാപ്പിൾ. ഉപ്പിലിട്ട പൈനാപ്പിൾ അടിപൊളി ടേസ്റ്റ് ആണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെയായി, എല്ലാവരും റെഡിയാവുന്ന. നമ്മളൊന്ന് ഒരു ജസ്റ്റ് ഒരു കറക്കം, തേയിലത്തോട്ടം, അങ്ങനെ ഈ വയനാട്ടിലെ ഒട്ടുമിക്ക മാക്സിമം സ്ഥലങ്ങളും കാണണമെന്നാണ് വിചാരിക്കുന്നത്. ശ്രീകുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അന്തു റെഡിയായാ? ശ്രീകുട്ടി റെഡിയായി, റെഡിയാവുന്നു. എന്താ നമുക്ക് പോണ്ടേ? എവിടെ പോണ്ടത്? അടിപൊളി ബ്യൂട്ടിഫുൾ ഫ്ലവർ ഉണ്ടല്ലോ എന്തു. ഇവിടെ ഒരു ബൈക്ക് കണ്ടത്. അനന്തുവിന് ബൈക്കിൽ കയറാനൊരാഗ്രഹം അല്ല എന്തു? എന്ത് എവിടെ പോകുന്ന എന്തു? പ്ലേ ഏരിയ. ബൈക്ക് എടുത്തിട്ടാ പോന്ന? പിന്നെ കാറിലാ പോന്ന? പിന്നെ എന്തിനാ ബൈക്കിൽ കയറിയിരുന്നത്? ബൈക്കിൽ എന്തിനാ കയറിയിരുന്നേ? പിന്നെ എന്തിനു ബൈക്കിൽ കയറിയിരുന്നേ? ഓക്കെ ബൈ. ഇനി നിങ്ങൾക്ക് അടിപൊളി ഒരു സംഭവം കാണിച്ചു തരാം. നോക്കോ, ഇപ്പോഴത്തെ കാണ്. അടിപൊളിയാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹൈറ്റില് എന്തായിരിക്കും ഇവിടുത്തെ വ്യൂ നോക്കാം നമുക്ക്. ഭയങ്കര ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ തന്നെ എൻ്റെ വ്യൂ നോക്കിയേ, സൂപ്പറാ. ഒരാൾക്ക് കറക്റ്റായിട്ട് പോകേണ്ട സ്ഥലമേ ഉള്ളൂ. പിള്ളേരൊന്നും കൂട്ടിയിട്ട് വരാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും അതിൻ്റെ സ്റ്റാൻഡിങ് ഉണ്ട്, സ്റ്റേഷൻ ഉണ്ട്. ഇവിടുന്ന് ഇല്ല വ്യൂ അടിപൊളിയാണ്. നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നോക്കിയേ, ചെറിയൊരു ഏറുമാടം പോലെ ഇവിടെ ആക്കിയിരിക്കുക. ഇവിടെ തന്നെ ഈ ഹോം സ്റ്റേയിൽ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. ഇവിടെ ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കുക. ഇപ്പോൾ നല്ല വെയിൽ ഉദിച്ചു. ഇപ്പോൾ സമയം 7 മണി ആയതേ ഉള്ളൂ. ഇപ്പോൾ 7 മണി ആയതേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. പിള്ളേരൊക്കെ റെഡിയാവുന്നു. ഇനി ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ്. ഇത് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. ഒരു 4 മണിക്കൂറേ ഉള്ളൂ വയനാട്ടിൽ. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തൊക്കെയാണ് ഉള്ളത്, കാണാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും നമുക്കറിയത്തില്ല.
ഏതായാലും ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ കയറിയ പോലെയാണോ? താഴേക്ക് പോകുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഓ, താഴേക്ക് പോകുമ്പോൾ ഇവിടുന്ന് പേടിയാവും. എന്താ പിള്ളേരെ ഒന്നും കൂട്ടിയിട്ട് വന്നു വിടാം. നല്ല ഹൈറ്റ് ഉണ്ട്. ചെറുതാണ്. താഴെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്നെങ്കിലും നമ്മൾ കയറുമ്പോൾ ഭയങ്കര വലിപ്പമുണ്ട്. വളച്ച് ആക്കിയിരിക്കുക. കുറച്ച് ഡേഞ്ചറാണ്. പിള്ളേരെ ഒന്നും കയറ്റാൻ പറ്റില്ല. ഞാൻ ആദ്യം അന്തിനും കൊണ്ട് വരാൻ നോക്കി. അപ്പോൾ ഒന്ന് എൻ്റെ ഹൈറ്റ് കണ്ട് വരുമ്പോൾ ഞാൻ ഒഴിവാക്കി. അവിടെ ഒരു ക്ലിക്ക് കൂടെ ഉണ്ട്. സമയായി, ഇറങ്ങ. എല്ലാരും ഇറങ്ങ. ലേറ്റായി. എല്ലാരും രാവിലെ കറങ്ങാൻ പോകാൻ റെഡിയായി. ഇച്ചോതാ. ഓ, രണ്ടാളും മോട്ടോർ റേസാ. ഓക്കെ, രണ്ട് ക്യാമറ ഏതാ നോക്കണ്ട? അങ്ങോട്ട് നോക്കണ്ടേ, നോക്കിട്ടല്ല അങ്ങനെ നമ്മള് ഇന്ന് രാവിലെ തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോ പോകുന്നത് എന്നൂര് എന്ന് പറയുന്നത്. എന്റെ ഊര് അതാണ് എന്നൂര്. അതാണ് ഊര് തമിഴില്. അതൊരു വില്ലേജ് അല്ലേ? അതെന്നത് ട്രൈബൽ വില്ലേജ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ട്രൈബൽ വില്ലേജ്. ഇവിടുന്ന് ഇതാ വണ്ടി ഇറക്കണ്ടെങ്കിൽ ഒന്നര സംഭവമാണ്. ചവിട്ടല്ല. ഓക്കേ, ഫസ്റ്റ് ഇട്ട് ക്ലച്ച് സ്ലോലി റിലീസ് ചെയ്ത് ഇറങ്ങുന്നല്ലേ? ഫാന് തലയെല്ലാം കൊണ്ടിട്ട് നല്ല തണുപ്പുണ്ട്. ഹിൽ സ്റ്റേഷൻ വരെ നമുക്ക് എത്തണം. ഈ വണ്ടിയും കൊണ്ട് എത്തുമെന്ന് നമുക്ക് ഐഡിയ ഇല്ല. വണ്ടിയും കൊണ്ട് എത്തുന്നില്ല, ഐഡിയ ഇല്ല. തിരിച്ചു വരാൻ പറ്റില്ലേ? ഓട്ടോ വന്നിട്ട് ആലോചിക്കുന്നു. ഒന്ന് സൈഡാക്കി തന്നെ നമ്മൾ പോയിക്കോളുന്നത് ഇല്ലേ? ആരും പറയുന്ന വഴിയില്ല. അങ്ങോട്ട് വഴി മീരി അപ്പാടങ്ങ് പ്രൊഡക്റ്റ് ചെയ്യും. പറ്റുമല്ലോ എന്തായാലും. ആരും സ്റ്റോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പോവാം. ശരി, ഇങ്ങോട്ടേക്ക് വാഹനമില്ല. ഇങ്ങോട്ടേക്ക് വാഹനമില്ല. അത് ശരി, ഇങ്ങോട്ടേക്ക് വാഹനമില്ല. താഴെ കേട്ടോ പാർക്ക് ചെയ്യണ്ട. താഴെയാണ്. താഴെ ടിക്കറ്റ് കൗണ്ടർ അല്ലല്ലോ. എവിടെ എവിടെ താഴെ താഴെ അവിടെ ആരും കണ്ടില്ലല്ലോ. നമ്മൾ നേരെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് താഴേക്ക് വരണം. അവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ടിക്കറ്റ് എടുത്തിട്ട് എങ്ങനെ വരും? ടിക്കറ്റ് എടുത്തിട്ട് ജീപ്പ് ഉണ്ട് അവിടെ നിന്ന്. ഈ വണ്ടി പോകത്തില്ല? ജീപ്പ് സർവീസ് ആണ്.
അവിടെ ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്യിക്കുന്നില്ല. പ്രൈവറ്റ് വണ്ടി പോകുമ്പോൾ പറയണ്ടല്ലോ. വലിയ ബോർഡൊക്കെ ഉണ്ടല്ലോ, ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. നമ്മള് ഇതിട്ടിട്ട് വരുന്നല്ലേ? ഒരാളവിടെ നിൽക്കുന്നുണ്ട്. ഇല്ല, പറഞ്ഞില്ല. അതാ പറഞ്ഞത്. സ്റ്റോപ്പ് ചെയ്തില്ല. സ്റ്റോപ്പ് ചെയ്യാനേ പറയണ അവര്. അല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വേറെ വീടുകളൊക്കെ ഉണ്ട് ഇങ്ങോട്ടേക്ക്. അല്ല, അവിടെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഇല്ല, വരാൻ നേരത്ത് അവര് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മള് അറിയാട്ട് നമ്മൾ ആദ്യമായിട്ട് വയനാട്ട് വരുന്നല്ലേ, നമുക്ക് എന്താ പറയാ, നമ്മള് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവല്ലേ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 200 കിലോമീറ്റർ. നടക്ക സൈഡിൽ വണ്ടി വീടാ. കോട്ടയ്ക്ക് പ്രൈവറ്റ് വാഹനത്തിന് വിടില്ല എന്നാണ് പറയുന്നത്. ആ വാ, വരട്ടെ വരട്ടെ വരട്ടെ. നമ്മളിവിടുന്ന് അങ്ങനെ തിരിച്ചു പോവാന്ന്. വാ ഒരു മിനിറ്റടാ. ഇനി നമ്മൾ അടുത്ത പാർക്കിംഗ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് താഴെ പാർക്കിംഗ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓട്ടോ നമുക്ക് ജസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും. ഇതുവരെ റോഡ് വലിയ കുഴപ്പമില്ല. ഇനി അങ്ങോട്ടേക്ക് ഭയങ്കര കയറ്റാണ്. നമ്മളെ വണ്ടിക്കൊന്നും പിടുത്തം കിട്ടൂല. അപ്പോൾ ചെറിയ വണ്ടിക്കൊന്നും പിടുത്തം കിട്ടൂല. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഏത് വണ്ടി എടുത്തിട്ടും കയറാം. അപ്പോൾ നമ്മളൊരു കറക്കം കഴിഞ്ഞ് പാർക്കിങ്ങിലേക്ക് വരുമെന്ന്. ഇനി പാർക്കിംഗ് എന്ന എല്ലാവരും ഇവിടുത്തെ ജീപ്പിൽ, പ്രൈവറ്റ് ജീപ്പിലാണ് ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഫോർട്ട് റിബൺ ഞങ്ങളെ പഴയ മഹീന്ദ്രന്റെ ജീപ്പാണ്. ആ ജീപ്പിലാണ് ഞങ്ങൾ പോകാൻ നോക്കുന്നത്. അത് നല്ല അടിപൊളി ജേണിയാണ്. ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അഡ്വഞ്ചർ ജേണി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ആ ക്യൂവില് അവനെ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 9 മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജീപ്പ്. അതിൻ്റെ ആ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. വണ്ടി പോയി അങ്ങനെ പോലെ ദേവ് ക്യൂല് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദേവനെ പിടിച്ചിട്ട് ക്യൂവിലിട്ടിട്ടുണ്ട്. നമ്മൾ ദേവന ക്യൂവിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജീപ്പിനുള്ള ചാർജ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ജീപ്പ് എടുക്കാനുള്ളതാണ് ഇത്. ജീപ്പിൽ കയറാനുള്ള ക്യൂ ആണത്. ജീപ്പ് മാത്രമേ മുകളിൽ കടത്തി വിടുള്ളൂ. ഇവിടുന്ന് അങ്ങ് ഹൈറ്റിലാണ്, ദൂരത്താണ്. ഇത് ടിക്കറ്റ് കൗണ്ടർ അവിടെ ഈ കാണുന്നത്. മുകളിലേക്ക് പ്രൈവറ്റ് വണ്ടീനെ വിടാത്തതെന്ന് വെച്ചാൽ ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്യാനാണ്. ആക്സിഡൻ്റ് ഒക്കെ ആവാനുള്ള സാധ്യത കൂടും. ഓക്കെ ബായ്. എന്തോ ജീപ്പിൽ പോലായാ? ബായ്. അങ്ങനെ എന്നൂര് കാണാൻ പോയിട്ട് നമുക്ക് പണി കിട്ടി. എല്ലാം കറങ്ങി തിരിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇവിടുത്തെ തിരക്കും എല്ലാം കാരണം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടുത്തെ പരിപാടി ബ്രേക്ക് ചെയ്തു. ഇനി അവിടെ നാളെ പോകാനാണ് പരിപാടി. ഇപ്പോൾ ഏതായാലും നമുക്കൊന്ന് ചുരം കണ്ടിട്ട് വരാം. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടുന്ന് താഴെ കൂടെ വണ്ടി വരുന്നുണ്ടോ? ഭയങ്കര റഷാണ് സൺഡേ ആയിട്ട്. വ്യൂ വണ്ടി വരുന്നോട്ട് ചുരമാണ്. അങ്ങ് ദൂരെ ഒരു നമ്മളൊരു താജ്മഹൽ പോലെ ഒരു പള്ളിയും കാണാം കേട്ടോ. അങ്ങ് ദൂരം ആ നടുക്ക് നോക്കിയാൽ നടുക്ക് ഇവിടെ കാണുന്നുണ്ടോ? താജ്മഹൽ പോലെ തന്നെ. ഏത് പള്ളിയാന്ന് നമുക്കറിയത്തില്ല. ഭയങ്കര റഷാണ് ഇവിടെ. ഇതൊരു വല്ലാത്ത ചുരം. എങ്ങനെയല്ല ഇറങ്ങി പോന്ന് ചെറു നോക്കട്ടെ. ഇത് എവിടുന്നാ വണ്ടി വരുന്ന മനസ്സിലാവുന്നില്ല. അങ്ങ് നോക്കിയതാ ചുരം. ഇതാണ് താമരശ്ശേരി ചുരം. ഇതാണ് നമ്മൾ പറഞ്ഞ താമരശ്ശേരി ചുരം. എല്ലാവരും വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങ് പണ്ട് കുതിരട്ടമപ്പ് പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം. നമ്മളിപ്പോ ലക്കിടി വ്യൂ പോയിന്റിലാണുള്ളത്. അടിപൊളി വ്യൂ പോയിന്റ്. ഈ കാണുന്നത് താമരശ്ശേരി ചുരം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് മങ്കിക്കുട്ടന്മാരൊക്കെ കാണാൻ കിട്ടും.
ഞങ്ങൾ നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ പോവാണ് അല്ലേ മീമി? ലക്കടി വ്യൂ പോയിന്റ്. ഇത് ആക്ച്വലി ഇതാണ് താമരശ്ശേരി ചുരം. ഇത് താമരശ്ശേരി ചുരം അല്ലേ? ഇവിടെ വരുന്നവർ മൊത്തം വൃത്തിയിടാക്കിയിരിക്കുക ബോട്ടിലൊക്കെ ഇട്ടിട്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ. ഇതാ നമ്മളെ പണ്ട് ഒരു വട്ടം മുമ്പ് പറഞ്ഞ താമരശ്ശേരി ചുരം. വിചാരിച്ച പോയിന്റ് ഇല്ല കേട്ടോ, ഈ പാറയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് വിൽട്ടൺ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. മറ്റേ റെസ്റ്റോറൻറ്റ് ഇന്ന് ക്ലോസ്ഡ് ആയിരുന്നു. ഗാന്ധി ഗ്രാമം ഹോൾസെയിൽ കടയാണിത്. ഗാന്ധി ഗ്രാമം കരകൗശലം വസ്തുക്കളൊക്കെ എല്ലാം. ആ 320. ഫോട്ടോ എടുക്കുമ്പോൾ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കാൻ പോലെ വെച്ച് ഞാൻ രസമാണ്. നമ്മൾ ആ ഒരു ഹോട്ടൽ പോയാൽ അത് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഏതായാലും ഈ ഒരു ഹോട്ടലിൽ വന്നിട്ടാണ് ഞങ്ങൾ ഇന്ന് ചായ കുടിക്കുന്നത്. രണ്ടാമത്തെ ഹോട്ടലും ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ അതും വിട്ട് വേറൊരു ഹോട്ടലിൽ എത്തി. നമ്മളത് അപ്പം ഓർഡർ ചെയ്തു. ഇതാണ് കരിന്തണ്ടൻ സ്മാരകം. താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഈ ചങ്ങലയിലാണ് ബന്ധിച്ചത്. അങ്ങനെ ചങ്ങലയിട്ട മരത്തിൽ നിന്നും ക്യാമറാമാൻ വിജേഷിനോടൊപ്പം പുതിയ വീട്ട് ഫാമിലി. വേണ്ട, അത് എല്ലാം ഒന്നിച്ച് അടിച്ചിട്ട് പിന്നെ എല്ലാം ഒന്നിച്ച് അടിപൊളിയായിട്ട് വെളിയിലേക്ക് വരും. അങ്ങനെ നോക്കി ആ തേയിലത്തോട്ടം അടിപൊളിയല്ലേ. ഇവിടെ ഒരു ഗസൽ ഒരു ഹോട്ടലും കൂടിയുണ്ട്, റിസോർട്ട് പോലത്തെ. നല്ല തേയിലത്തോട്ടത്തിൻ്റെ അടുത്തത് നമ്മൾ പോകുന്നത് പൂക്കോട് ലേക്ക് കാണാനാണ്. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എന്താണ് പറയേണ്ടത്? അല്ല, ഇങ്ങോട്ടേക്ക് പാർക്കിംഗ് ഏരിയ ഇല്ല, പക്ഷെ എല്ലാരും കടത്തി വിടുന്നുണ്ട്, അതുപോലെ തിരിച്ചു പോകുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് കൺട്രോളും ഇല്ല. ഇത് ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ കറങ്ങാൻ വരുന്നത്. പുറമേ നാട്ടിൽ എല്ലായിടത്തും കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വയനാട്ടിലാണുള്ളത്. ഇവിടെ ഒരു സിസ്റ്റം ഇല്ല, ട്രാഫിക് ആവാണ് ഇവിടെ. ചില ആൾക്കാർക്ക് ഒരു നിയന്ത്രണം കൊടുക്കുന്നില്ല. ഇവിടെ ആരും ഇതിനെ നോക്കാനൊന്നും ആളില്ല. ഇവിടെ ടൂറിസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ആൾക്കാർ ആരുമില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആൾക്കാരെല്ലാം കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. വണ്ടി പോകാൻ സ്ഥലമില്ലാണ്ടും അങ്ങനെയല്ല ആയിട്ട്. ഈ കാണുന്നുണ്ടോ, എല്ലാം അങ്ങനെയാണുള്ളത്. ബൈക്ക് എടുത്തിട്ട് പോകുന്നവർക്ക് സുഖമാണ്. ഇവിടെ ബൈക്ക് എടുത്തിട്ട് പോകാനേ പറ്റൂലോ, 4 വീലറിന് പറ്റൂല. ഒരുപാട് ബൈക്ക് ഉണ്ടല്ലോ, എല്ലാം ബൈക്ക് ട്രാവൽസ് ആണ്. ട്രക്കിംഗ് ആണ് ഇവിടെ മൊത്തം, ട്രക്കിംഗ് ആണ്. വയനാട് എന്ന് പറഞ്ഞ ട്രക്കിംഗ് ഏരിയ. ഇവിടെ നാട്ടിലൊക്കെ പോലീസുകാരാണ് ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ. പൂക്കോട് ലേക്ക് ടൂറിസ്റ്റ് റിസോർട്ട്, ബോട്ടിംഗ്, ചിൽഡ്രൻസ് പാർക്ക്, അക്വേറിയം, സ്പാ, ജോഗിങ്. അതിന് വേണ്ടിയുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ. ടൈമാണിത്. എത്ര
ജസ്റ്റ് ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ്. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പലതും പല റേറ്റിൽ പല ടിക്കറ്റ് എടുത്തോളൂ. ഇവിടെ എൻട്രൻസും എക്സിറ്റ് എല്ലാം ഒന്നിച്ചാണുള്ളത്, എല്ലാം മിക്സാണ്. കോൾ എവിടെ കോൾ? ശരിക്കും നോക്കിയില്ല, ആരും കൺട്രോളില്ല. നിങ്ങളെ ടിക്കറ്റ് എടുത്തിട്ടോ ചോദിച്ചിട്ടൊന്നുമില്ല. എന്ത് ടിക്കറ്റ് എടുക്കാതെ ഒരുപാട് ആൾക്കാർ ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു കൺട്രോളിങ്ങും അല്ല. ഇതാ ടിക്കറ്റ് എടുക്കാതെ എല്ലാം കയറുന്നുണ്ട് എല്ലാരും. ഇതൊക്കെ വന്നോണ്ടിരിക്കുക. ആ 10,000 മടങ്ങിപ്പോയി. ടിക്കറ്റ് എടുത്തവര്, എടുക്കാത്ത 10,000 കയറി. വീക്കെൻഡ് ആയതുകൊണ്ട് ഫുൾ തിരക്കാട്ടോ ഇവിടെ. ഇവിടെ ക്യൂ ഉണ്ട്, ബോട്ടിന്റെ ക്യൂ ഉണ്ട്. ബോട്ടിന് ക്യൂ നിന്ന് കാലി അടിച്ചാലെടുത്ത് കഴിയുമ്പോഴേക്കല് ചവിട്ടാൻ പറ്റുള്ളൂ സൈക്കിള്. ഇവിടെ എല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. കയറണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുകയാണ്. ഭയങ്കര തിരക്കാ നിന്ന് ഇവിടെ. അവർ ഫ്രീ ആവണം. ടിക്കറ്റ് എടുത്തിട്ട് പറയാൻ പറ്റില്ല, അത്ര നേരം ഇവിടെ എന്തോ ഒരു ഉദ്ഘാടനമൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാശൊക്കെ അടിച്ചതാണ് 2004. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട്, ഐസും എല്ലാം കഴിക്കുന്നുണ്ട് ഇവിടുന്ന്. നല്ല ഗ്രീനറിയും മുളങ്കാടും. അടിപൊളി സ്ഥലമാണ്. ഒരു ഗ്രീൻ വ്യൂ അത്രയേ ഉള്ളൂ, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പൂക്കോട് ലേക്കിൽ നമ്മൾ സാധാരണ വീക്കെൻഡിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഭയങ്കര ത്യാഗം സഹിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എത്തുക. എന്താ വെച്ചാൽ ഒറ്റ ടിക്കറ്റ് കൊടുക്കുന്ന ആളെ ഉണ്ടാവുള്ളൂ. അവരാണ് 10,000 കണക്കിന് ആൾക്കാർ ടിക്കറ്റ് കൊടുക്കേണ്ടത്. അത്രയും എല്ലാം കഴിച്ച് നമ്മൾ ഉള്ളിൽ ഭയങ്കര പ്രതീക്ഷയിൽ വരുമ്പോൾ കാണാനുണ്ട്. പക്ഷേങ്കിൽ ഇത് ഒരു ലേക്ക് ഉണ്ട്, ലേക്കിൽ കുറേ ബോട്ടുണ്ട്, നമുക്ക് സിംഗിളായിട്ട് വരുന്ന നല്ല രസമാണ്. പിന്നെ ത്രൂ ഔട്ട് ലേക്കിൽ റൗണ്ട് ആയിട്ട് നമുക്ക് പിന്നെ നടക്കാം. നമ്മുടെ ഒരു ടൈം ബോട്ട് സവാരി അതേ ഉള്ളൂ നടന്നിട്ട്. ഈ 2 സംഭവമേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാർക്കുണ്ട്. അത് വലിയ വെൽ മെയിൻറ്റൈൻഡ് ഒന്നും അല്ല, എല്ലാം തല്ലി പൊളിയാൻ പോകുന്നുണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് വളരെ കുറവാണ്. അപ്പോൾ അത്രയാണ് പൂക്കോട് ലേക്കിലുള്ളത്. പൂക്കോട് ലേക്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ബെസ്റ്റ് ആണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു പാർക്കാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ആൾക്കാർക്ക് അതിനോട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ബോട്ട് സവാരിക്കാരെ കാണാൻ പറ്റും. ഇതാണ് ഒരു വലിയൊരു ലേക്കാണ്. കുറച്ചും കൂടി നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ലേക്കായത്. ഈ ലേക്കിന്റെ ഭംഗി ഫുള്ളായിട്ട് കാണാം ഇവിടുന്ന്. ഇത്രയും ബോട്ട് സവാരിക്കാരുണ്ട് ഇവിടെ. ഇതാണ് വയനാട് ലേക്ക്. യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ CCTV കാണാൻ നമുക്ക് കിട്ടത്തില്ല. അത് അത്രയ്ക്ക് രഹസ്യമായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിള്ളേർ ഫോട്ടോ സെഷനാണ്. ഇവിടെ ഇത്ര ആൾക്കാർ വരുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കാനില്ലല്ലോ നോക്കണം. മൊത്തം പഴകി ദ്രവിച്ചിന്, ഒന്നും മെയിൻ്റനൻസ് ഇല്ല തീരെ.
ഒരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല ഗവൺമെന്റ് ഒന്നിനും. മസാല ഉണ്ടോ? ആ ഇതൊന്നു ഒരു അവിടെ നിക്ക് അതാകുമ്പോ ടേസ്റ്റ് ചെയ്യാലോ. ഇതേ നോക്കി ഉപ്പിലിട്ടതാ പൈനാപ്പിൾ. ഉപ്പിലിട്ട പൈനാപ്പിൾ അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ടേസ്റ്റ് നോക്കി. അടിപൊളിയല്ലേ? എല്ലാവരും നടന്ന് വരുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ഏതായാലും അടിപൊളി ക്ലൈമറ്റ് ആണ്, ചൂടില്ല. അന്തു വാട്ട് ഹാപ്പൻ? അന്തു എൻജോയ് ആണ്. തിന്നില്ലേ? തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം. ഇനി അടുത്ത ഒരു നല്ലൊരു കാഴ്ചകളുമായി ഞങ്ങൾ വരുന്നതാണ്. അങ്ങനെ നമ്മളൊരു ലേക്കിലെല്ലാം പോയിട്ട് നേരെ ഇനി അടുത്തത് എന്ത് കാണാനാണോ? തേനീച്ചക്കൂട് കാണാനാണ്.